തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, അതിനുശേഷം നടന്ന പാർട്ടിയുടെ കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ വന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കും ഭരണത്തിൻ്റെ നെറുകേടുകൾക്കുമെതിരെയായിരുന്നു. പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളിടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട്. യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തു നിന്ന്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർക്കണമല്ലോ. അതിന് അദ്ദേഹം കണ്ടത് ലീഗിനെയാണ്. ഞങ്ങളുടെ മുഖത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. തിരുത്തലുണ്ടാകുമെന്ന് ആവർത്തിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിയും ഉറപ്പിച്ചു പറയുന്നു. ആ തിരുത്തൽ പക്ഷേ സർക്കാർ തലപ്പത്തുണ്ടാകില്ല. എന്തിന് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് ചോദിക്കുന്നിടത്ത് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഒരു നേതൃമാറ്റമോ എന്തിന് ഒരു ശൈലി മാറ്റമോ പാർട്ടി വിദൂരത്ത് പോലും വിഭാവനം ചെയ്യുന്നില്ല എന്നത്. BJP നടത്തുന്ന വർഗീയവൽക്കരണം, ലീഗിനൊപ്പം കോൺഗ്രസ് നടത്തുന്ന വർഗീയ ധ്രുവീകരണം, വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിവരുന്ന കൂട്ട പിണറായി വേട്ട, ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംഘപരിവാർ ചായ്വ്, ഇതെല്ലാം മാത്രമാണ് തിരുത്തപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതായ ജനത്തിനോട് ചെയ്തത് തെറ്റായെന്ന് മാത്രം പറഞ്ഞാൽ തീരുമോ തിരുത്തൽ? തെരഞ്ഞെടുപ്പ് കാലം വരെയും തെരഞ്ഞെടുപ്പ് കാലത്തും മുഖ്യമന്ത്രി ലീഗിനെയോ ലീഗ് മുഖ്യമന്ത്രിയെയോ അതിരൂക്ഷമായി വിമർശിക്കുന്നത് കണ്ടിട്ടില്ല. ആ പതിവും മാറി. മുഖം നന്നാക്കാത്ത ലീഗെന്ന് പറയുന്നതിന് മുണ്ടുടുക്കാത്ത മോദിയാണ് പിണറായി എന്നാണ് തിരികെ കിട്ടുന്ന മറുപടി. ഉയരുന്ന വിമർശനങ്ങളെല്ലാം ഒരേ ദിശയിലേക്കാകുമ്പോൾ ഉത്തരം പറയേണ്ട ബാധ്യത ആർക്കാണ്? ആന ചോരുന്നിടത്തെ കടുക് ചോരൽ മാത്രം തിരുത്തിയാൽ മതിയോ പാർട്ടിക്ക്? CPMന്റെ തിരുത്തൽ എത്രത്തോളം? വേണ്ടേ തലപ്പത്ത് തിരുത്തൽ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിസ്റ്റിൽ ചേരുന്നു ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഒപ്പം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഫാത്തിമ തഹ്ലിയെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീജിത്ത് പണിക്കർ, CPM ഒറ്റക്കെട്ടായി തിരുത്താൻ തയ്യാറെടുക്കുകയാണ്. നോക്കൂ, ഞങ്ങളിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ തിരുത്തൽ നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരുത്താൻ തയ്യാറായ ഒരു പാർട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യത്തിന് എവിടെയെല്ലാം തെറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും വിമർശനങ്ങൾ ഉയരുകയാണ്, എല്ലാം മുഖ്യമന്ത്രിയിൽ പഴിചാരിക്കൊണ്ട്. എന്തിനാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം, എന്തിനാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വച്ചു കെട്ടുന്നത്? ശ്രീമതി അപർണ, ഈ ഒരു വിഷയം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് തോൽവിയുടെ കാരണങ്ങളായിട്ട് CPMന്റെ സംസ്ഥാന സമിതിയിൽ വന്നിരിക്കുന്ന ചർച്ചകളെ പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPMന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ ജില്ലാ കൗൺസിലുകളിലടക്കം അവർ ചർച്ച ചെയ്തിരിക്കുന്ന കാരണങ്ങളെ പറ്റി എല്ലാം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തോൽവിയുടെ കാരണങ്ങളായിട്ട് CPM ആണെങ്കിലും CPI ആണെങ്കിലും പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന ഭരണത്തിന്റെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉദാഹരണത്തിന്, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, അവരുമായി സംവദിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം, ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല, സപ്ലൈകോയിൽ കൃത്യമായിട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക അവസ്ഥയുടെ കാരണം ആൾക്കാരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതിന് പരാജയപ്പെട്ടു, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ദേശീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് CPMന്റെ പരാജയത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം എന്നുള്ള വിലയിരുത്തലുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? സംസ്ഥാന ഭരണത്തിലേക്കാണ്, ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ സാരഥ്യം വഹിക്കുന്ന ആൾക്കാരിലേക്കാണ്. പക്ഷെ ആ ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലെയിമുമില്ല. ഇപ്പോൾ പല ഘടകങ്ങളിലുള്ള വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ഈ ഭരണ സംവിധാനത്തിന്റെ നെടുംതൂണാണ് എന്നാണ്. അദ്ദേഹത്തിന് ശൈലിമാറ്റം ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല, പക്ഷെ പാർട്ടി പല തിരുത്തലുകളും നടത്തും എന്നാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണരീതി, അദ്ദേഹത്തിന്റെ ശൈലി, ഈ കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ മാറ്റമില്ലാതെ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഒരു ശൈലി മാറ്റം എന്ന രീതിയിൽ അല്ലെങ്കിൽ തിരുത്തൽ എന്ന രീതിയിലത്തേക്ക് CPM നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇനി CPMന്റെ നയവ്യത്യാസം
എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നത് നേരിട്ട് പാർട്ടി വഴിയല്ലല്ലോ. അത് ഭരണ സംവിധാനം വഴിയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഭരണപരമായിട്ട് ഉണ്ടാകേണ്ടുന്ന തീരുമാനമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഇപ്പോൾ വെൽഫെയർ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ പറയുന്നതിനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനോ ശ്രമിക്കേണ്ടത് സർക്കാരുമാണ്. അപ്പോൾ ആ സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും കുറ്റമില്ല, അവർ ശൈലിമാറ്റത്തിന് വിധേയരാകേണ്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന മാറ്റം വരേണ്ടതുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ശ്രീ ഗോവിന്ദൻ അടക്കം ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ CPM-ൽ നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾ അകന്നു, ന്യൂനപക്ഷ സമുദായങ്ങൾ അകന്നു, പിന്നോക്ക വിഭാഗങ്ങളും അവരിൽ നിന്ന് അകന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിലയിരുത്തൽ വരുന്ന സമയത്തേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് SNDP അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന്റെ വോട്ട് മാറിയിരിക്കുന്നതൊക്കെ തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും CPM-നോട് പരമ്പരാഗതമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കാരണത്താൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ അതിലുണ്ടാകുന്ന RSS വൽക്കരണമാണ് അല്ലെങ്കിൽ വർഗീയവാദമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിനെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. നാളെയും ഇവരെ പോയി കാണേണ്ടതാണ് എന്നും സർക്കാരിന്റെയോ പാർട്ടിയുടെയോ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവരിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പോലും പാർട്ടി മറന്നിട്ട് തൽക്കാലത്തേക്ക് ഈ ഭരണസാരഥ്യം വഹിക്കുന്ന ആൾക്കാരെ വെള്ളപൂശുന്നതിനോ അവരെ പ്രതിസ്ഥാനത്ത് നിർത്താതിരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലീഗിനെയും കുറ്റം പറയുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച, മാധ്യമങ്ങളിൽ അടക്കം വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ലീഗ് ഇടത്തേക്കോ എന്നുള്ളതായിരുന്നു. കാരണം CPM-ന്റെ നയപരിപാടികളുടെ ഭാഗമായിട്ട് പലപ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പല സമ്മേളനങ്ങൾ നടത്തുന്നു, പല പരിപാടികൾ നടത്തുന്നു. അതിലേക്കൊക്കെ ചില പരിപാടികളിലേക്കൊക്കെ തന്നെ ലീഗിനെ ക്ഷണിക്കുമ്പോൾ ലീഗ് ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് പോലും അവിടെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലും ലീഗിന്റെ ഒരുപക്ഷെ മുന്നണി മാറ്റത്തിന് ഉള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്കൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ലീഗ് ഇതേപോലെ ഒരു വർഗീയ പാർട്ടിയായി മാറുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം SDPA പോലെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും തമാശ നിറഞ്ഞ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷനാണ്. കാരണം 2 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകളിൽ അതിശക്തമായിട്ട് ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അവരുടെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ആരാണ്? 15 സീറ്റിൽ മത്സരിച്ചതിൽ 14 അമ്പയെ പരാജയപ്പെട്ടു പോയിരുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പറയുന്നത് നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയ പാർട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിളിപ്പേര് ലീഗ് ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയോട് SDPA പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പാർട്ടികളുടെ രീതിയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് PDP ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 15 വർഷം മുമ്പ് CPI-യുടെ ശ്രീ AB ബർദാൻ അടക്കം PDP എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ VD സതീശൻ തന്നെ പറയുന്നത് പോലെ 2019 വരെ ഇവർക്ക് പലപ്പോഴും പിന്തുണ നൽകിയിരുന്ന പല പാർട്ടികൾ, വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDPA ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഈ സംഘടനകളെല്ലാം തന്നെ അവരോടൊപ്പം തങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ ഇവരെല്ലാവരും വർഗീയമാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും വർഗീയമാണ് എന്ന രീതിയിലത്തേക്ക് വിമർശിക്കാൻ വരെ CPM തയ്യാറാകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ കുറേയധികം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷേ അത് മുഖ്യമന്ത്രിയോട് പറയുന്നതിനോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ശൈലിമാറ്റം ഉണ്ടാകണം എന്ന് പറയുന്നതിനോ അല്ല ശ്രീജിത്ത്, അതിനകത്ത് പാർട്ടിക്ക് പറയാൻ തുടർ ഭരണത്തിലേക്ക് നയിച്ച ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പിണറായിയാണ്. ഇപ്പോഴും അതെ എന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങളടക്കം പിണറായി വിജയനെ വേട്ടയാടുകയായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഇപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു സമയം ഇവിടെയുണ്ട്, സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അല്ല, തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമോ സമയമോ ഇല്ല എന്ന് ഞാനും കരുതുന്നില്ല. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2019 ഇലക്ഷൻ, ആ ഇലക്ഷനിൽ വളരെ വലിയ രീതിയിലുള്ള ദയനീയമായിട്ടുള്ള പരാജയം CPM-ന് ഉണ്ടാകുന്നു. പക്ഷേ
അതിന് തൊട്ടടുത്ത വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ വലിയ രീതിയിലുള്ള വിജയം നേടുന്നു. ഒരു വർഷം കൂടി കഴിഞ്ഞ് നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മുമ്പത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തി വളരെ വലിയൊരു ഇടത് തരംഗം ഉണ്ടാക്കിക്കൊണ്ട് 100ഓളം സീറ്റുകൾ ജയിച്ച് അവർ അധികാരത്തിലേക്ക് വരുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് CPM-ന്റെ ഭാഗത്ത് നിന്ന് 2019 പരാജയം എന്താണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അത് ആരോടൊക്കെ പറയണം, വീട്ടുകാരോട് വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തിയതിനു ശേഷം ഏറ്റുപറയേണ്ടത് തെറ്റുകളുണ്ടോ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയതിനു ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഇപ്പൊ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല വിഷയമായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് എങ്ങനെയാണ് പിന്നീട് നിലപാട് വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വീട് വീടാന്തരം ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് കയറി പല സ്ഥലങ്ങളിലും അവർ പരസ്യമായിട്ട് വീട്ടുകാരോട് മാപ്പ് പറയുകയും ഇനി അങ്ങനെയുള്ള പരിപാടികളിലേക്കൊന്നും ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, അതിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തം ഉൾക്കൊള്ളുന്നു, അത് ആൾക്കാരോട് പറയുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമുണ്ടായി. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇനിയും അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള സമയമുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സമയമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടിയതിനു ശേഷം അവരുടെ നിലപാട് പുറത്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, കേരളമില്ല എന്നല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. പക്ഷേ 2019-ലും 2024-ലും കേവലം ഒരു MP-യെ മാത്രം ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് എന്നും അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് പോലും അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇവിടെയുള്ള ഭരണപരാജയമാണ്. അപ്പൊ 2019-ലെ സാഹചര്യമല്ല 2024-ലെ പരാജയത്തിന് കാരണം. അന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുന്നു, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP ആകുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള പ്രചരണം, ഒപ്പം ശബരിമല വിഷയം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല ഇന്ന് ഭരണപരമായിട്ടുള്ള വിഷയം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഭരണപരമായിട്ടുള്ള വിഷയമാണ്, സപ്ലൈകോ വിഷയം എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു വിഷയമാണ്. CPI അവരുടെ സ്വന്തം മന്ത്രിമാരെ കൃഷി വകുപ്പിനാണെങ്കിലും സിവിൽ സപ്ലൈസിലാണെങ്കിലും അവർ വിമർശിക്കുന്നത് ഭരണപരമായിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ഏത് വിഷയം നോക്കിക്കഴിഞ്ഞാലും ഭരണപരമായിട്ടുള്ള സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നിടത്താണ് സംസ്ഥാനത്തെ ഭരണം പ്രതികൂട്ടിലാകുന്നത്. സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട്, പക്ഷേ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളത് കാണേണ്ടതാണ്. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രീതിയിൽ മുഖ്യമന്ത്രി ലീഗിനെയോ അല്ലെങ്കിൽ ലീഗ് മുഖ്യമന്ത്രിയോ ഒന്നും വിമർശിച്ചോ അത്തരം പ്രസ്താവനകൾ ഇറക്കിയോ ഒന്നും കണ്ടിട്ടില്ല. വളരെ പെട്ടെന്ന് ലീഗ് എങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ, CPM-ന് മുന്നിൽ എങ്ങനെ ലീഗ് മോശക്കാരായി, കൂടെ പോരുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതിലുള്ള നിരാശയാണെന്ന് ലീഗ് പറയുമ്പോൾ എങ്ങനെയാണ് അത്ര പെട്ടെന്ന് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ബ്ലാക്ക് ലിസ്റ്റിൽ ലീഗ് പെട്ടതെന്നാണ് കരുതുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല പാർട്ടിയായിട്ടാണ് CPM കണ്ടിരുന്നത്. സഖാവ് പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ലീഗ് വർഗീയ പാർട്ടിയല്ല, ലീഗ് ഒരു മതേതരത്വ പാർട്ടിയാണ് എന്ന രൂപത്തിൽ ഒരുപാട് പ്രസ്താവനകളൊക്കെ നമ്മൾ ഇറക്കിയത് കണ്ടതാണ്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ ലീഗിന്റെ മുഖം വികൃതമായിരിക്കുന്നു, SDPI-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ മുസ്ലിം ലീഗ് കൂട്ടുകൂടിയിരിക്കുന്നു, ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമാണ്, SDPI-യുടെ മുഖമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എത്ര പ്രാവശ്യം CPM-ഉമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ലേ? ഇപ്പൊ നമുക്കറിയാലോ, പൊന്നാണിയിൽ അബ്ദുൽ നാസർ മഅദനിയെ കാത്തിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം കുറ്റിപ്പുറത്ത് ഒരു സ്റ്റേജിലേക്ക് നാസർ മഅദനി വരാൻ വേണ്ടി വൈകിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിനെതിരെ UDF-നെതിരെ ഉള്ള ഒരു ET മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ പത്തനംതിട്ടയിലെ മുനിസിപ്പാലിറ്റിയിൽ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മറ്റൊരു പഞ്ചായത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാവൂരിൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും, പറപ്പൂർ പഞ്ചായത്തിൽ SDPI-യുടെ വോട്ടോട് കൂടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായ ആളുകളെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പിൽ SDPI-ക്കാരും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ചങ്കൂറ്റത്തോടുകൂടി പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും പറഞ്ഞത് SDPI-യുടെ രാഷ്ട്രീയ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയപ്പോഴോ SDPI പിന്തുണ നൽകിയപ്പോഴോ ഒരിക്കലെങ്കിലും CPM-ന് അങ്ങനെ ഒരു സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ടോ?
ഇപ്പൊ നമുക്കറിയാലോ ഏതൊക്കെ കാലം ഇവരെ കൂടെ കൂടിയ ഇതൊക്കെ മതേതരത്വ പാർട്ടിയാണ്. ഇവരെ എതിർത്താൽ അപ്പോൾ വർഗീയ പാർട്ടിയാവുക. SDPI ഇവർക്ക് വർഗീയ ആയിരുന്നില്ല ഒരു കാലത്ത്. ജമാഅത്തെ ഇസ്ലാമി പല കാലഘട്ടത്തിലും അവരുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ദേശാഭിമാനിയിലെ ഒരു വാർത്ത ഒരു 1996 വന്ന ഒരു സംഭവം, അത് അവരുടെ എഡിറ്റോറിയൽ എഴുതിയതാ. ആ എഡിറ്റോറിയലിൽ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ 1996 അന്ന് 1996 ഏപ്രിൽ മാസം 22-ാം തീയതി തിങ്കളാഴ്ച, അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. ഇപ്പൊ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വളരെ നല്ല തീരുമാനമായി, ജമാഅത്തെ ഇസ്ലാമി എടുത്ത തീരുമാനം വളരെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ എഡിറ്റോറിയൽ പാർട്ടി എഴുതിയതാണ്. ഞങ്ങൾക്ക് SDPI പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ മുഖം വികൃതമാകുന്നു. പല സ്ഥലത്തും ഇപ്പൊ നമുക്കറിയല്ലോ ഇവർ എന്ത് ചെയ്തപ്പോ BJPക്ക് എതിരായിട്ട് വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. 1977 നമ്മൾ കണ്ടതല്ലേ. ഈ കേരളത്തിൽ രാജഗോപാൽ മത്സരിച്ചു, KG മാരാർ മത്സരിച്ചു, അതുപോലെ തന്നെ പിണറായി വിജയൻ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു. പാലക്കാട് സീറ്റിൽ വന്നിട്ട് ശിവദാസ മേനോന് വേണ്ടിയിട്ട് ലാൽകൃഷ്ണ അദ്വാനി വന്നു. അന്ന് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ സീറ്റിൽ വരെ RSSകാരെ മത്സരിച്ചു. ആരുടെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ജനസംഘത്തിന്റെ ദ്വയാംഗ മെമ്പർഷിപ്പ് ഉണ്ടായി. ജനതാ പാർട്ടിയിലും RSSലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ജനസംഘത്തിന്റെ ആളുകളെ മത്സരിച്ചു. 89 VP സിംഗും ഇവരും കൂടിയിട്ടല്ലേ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ 82 സീറ്റിൽ 84 ഇന്ദിരാഗാന്ധി മരിച്ചു വീണ ആ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലൊതുക്കിയ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ 89 86 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന്റെ ഒന്നാമത്തെ പ്രതി CPM അല്ലേ? VP സിംഗിന്റെ കൂടെ കൂടിയിട്ടല്ലേ അവർ ഈ പണിയൊക്കെ ചെയ്തത്. അവരുടെ കൂടെ ഇപ്പോൾ പറയുന്നത് 4 വോട്ട് കിട്ടാൻ ആരുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത പാർട്ടിയാണ് ലീഗ് എന്നാണ്. നിങ്ങൾ ന്യൂനപക്ഷ മതേതര വോട്ടുകൾ UDFന് അനുകൂലമായി എങ്ങനെ മോദിപ്പേടിയിൽ കോൺഗ്രസും ലീഗും ചേർന്ന് വർഗീയ ധ്രുവീകരണം നടത്തി, പ്രത്യേകിച്ച് മലബാറിൽ ആ രീതിയിൽ വോട്ടുകൾ മറിഞ്ഞു? അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് പരിഹസിക്കുന്നത്. ഒരു വർഗീയ ധ്രുവീകരണം നിങ്ങൾക്കറിയല്ലോ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ പൊന്നാനി നിയോജക മണ്ഡലം എന്ന് പറഞ്ഞ ഏകദേശം 10-60% മുസ്ലിങ്ങളുള്ളൂ, ബാക്കി 40% മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മലപ്പുറത്തും ഏകദേശം അങ്ങനെ തന്നെ. ഇവിടെയുള്ള ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ മുസ്ലിം ലീഗിന്റെ കോണി അടയാളത്തിൽ വരാനുള്ള കാരണം എന്താണ്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നിയാൽ ET മുഹമ്മദ് ബഷീർ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഭൂരിപക്ഷം 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ET ജയിച്ചത്. 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമുക്കറിയാം അബ്ദുൾ സമദ് സമദാനി ജയിച്ചത്. ഇങ്ങനെ വർഗീയ നിലപാടുകൾ എടുക്കുന്ന അപ്പൊ നിങ്ങൾക്കറിയില്ലേ വടകര എന്താ സംഭവിച്ചത്? വടകര തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പ്രത്യേക സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരികയാണ്. എന്താണ്? കാഫിർ ഷാഫി 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനല്ലേ? ശൈലജ ടീച്ചർ കാഫിറല്ലേ? എങ്ങനെയാണ് ഒരു മുസൽമാന് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് MSFന്റെ ജില്ലാ ഭാരവാഹിയുടെ പേരിൽ ഒരു കള്ള സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഒരു സഖാക്കളുടെയും അതുപോലെ തന്നെ KK ലതിക എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയും മുൻ CPMന്റെ MLAയുമായ ഒരു CPM നേതാവ് അടുത്ത ദിവസം വരെ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. ആരാ ഇവിടെ വർഗീയത ഇളക്കിയത്? CPMന്റെ കയ്യിലല്ലേ സൈബർ വിങ് ഉള്ളത്? CPMന്റെ കയ്യിലല്ലേ ഇവിടെ പോലീസ് ഉള്ളത്? അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ MSFന്റെ നേതാവ് പരാതി കൊടുത്തില്ലേ? കേരള ഹൈക്കോടതിയിൽ കേസ് വരുന്നത് വരെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ പോലീസ്? ഗത്യന്തരമില്ലാതെ ഹൈക്കോടതിയിൽ പറഞ്ഞത് MSFന്റെ നേതാവിന് ഈ സ്ക്രീൻഷോട്ടുമായി ഒരു പങ്കുമില്ല. ഒരു നാടിനെ കത്തിക്കാൻ, വർഗീയമായി ധ്രുവീകരണം ഉണ്ടാക്കാൻ, 2 വിഭാഗം ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ, 4 വോട്ടിന് വേണ്ടി ഇത്രമാത്രം നീചമായ വർഗീയ രാഷ്ട്രീയം കളിച്ച ഒരു പാർട്ടി കേരളത്തിൽ BJPയെ പോലെ CPM അല്ലാതെ വേറെ പാർട്ടി ഉണ്ടോ? എന്നിട്ട് എന്താ ഇപ്പം മിണ്ടാത്തത്? എന്താ അന്വേഷണം നടത്താത്തത്? എന്താ പോലീസ് നടപടിയെടുക്കാത്തത്? ആരാണിത്? ഇറക്കിയ ഒരാളുണ്ടാവുമല്ലോ. ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അതിന്റെ അഡ്മിനെ പിടിച്ചാ പോരെ? എവിടുന്ന് കിട്ടി ഇത് എന്ന് ചോദിച്ചാ പോരെ?
ഇപ്പൊ ഫേസ്ബുക്കിന്റെ രാജാക്കന്മാർക്കും അതുപോലെ തന്നെ അതിന്റെ വലിയ വലിയ ആളുകൾക്കൊക്കെ നോട്ടീസ് കാത്തിരിക്കുക ഇത് ഡിലേ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ മുസ്ലിം വർഗീയത താലോലിക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ടമെങ്കിൽ അത് ചെയ്യാൻ CPM തയ്യാറാണ്. ഹിന്ദു വർഗീയതയെ താലോലിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പാർട്ടിയിൽ ഒരു ചർച്ച ഉണ്ടായി, പൊതുജനങ്ങൾക്കിടയിൽ ഒക്കെ ഒരു ചർച്ച ഉണ്ടായി. ഇപ്പോ CIA എന്ന് പറയുന്ന സംവിധാനത്തെ അമിതമായി നമ്മൾ എടുത്ത് പ്രയോഗിച്ചത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഹിന്ദു വോട്ടുകൾ മറുഭാഗത്തേക്ക് പോയത് എന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ പിണറായിക്ക് ഉണ്ടാക്കിയപ്പോ ഇപ്പൊ ഹിന്ദു വർഗീയതയെ താലോലിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയാണ് കേരളം UDF വന്നാൽ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞല്ലോ. കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും എന്ന് അതിന്റെ മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് അവിടെ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് UDF-നെ നിയന്ത്രിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചരണം. ഇപ്പൊ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു മിഥ്യാധാരണ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മനുഷ്യന്മാര് ഈ ഗവൺമെന്റിനെതിരാണ്. ഇപ്പൊ ഞാനൊരു സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. എല്ലാ രംഗത്തും നികുതികൾ കൂട്ടി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാനൊരു പ്രത്യേകം കാര്യം പറയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിവാഹമോചിതരായ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ സ്വർണവും അതുപോലെ പണവും ഒക്കെ ആ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചു വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ വലിയ ഗീർവാണം മുഴക്കുന്ന ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത്തരം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കോടതികളിൽ ഇതുപോലെ നമ്മുടെ ഒരു സ്ത്രീ, പാവപ്പെട്ട ഒരു സ്ത്രീ കുടുംബ കോടതിയിൽ അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചു വച്ച അവരുടെ പിതാവോ മാതാവോ കുടുംബക്കാരോ അവൾക്ക് സംഭാവനയായി കൊടുത്ത സ്വർണവും പണവും കിട്ടാൻ വേണ്ടി കുടുംബ കോടതിയിൽ ഒരു സ്യൂട്ട് കൊടുത്താൽ പണ്ട് 50 റുപ്യ മതിയായിരുന്നു, 50 രൂപ. അതിപ്പോ 20,000, 25,000, 50,000 അത് എത്രയാണോ നമ്മൾ സ്യൂ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോടതി ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾ ഭർത്താവിന്റെ പീഡനത്തിന് വിധേയമായി, ഭർത്തൃ വീട്ടിൽ നിന്നും മൃഗീയമായ ക്രൂരമായ പീഡനത്തിന് വിധേയമായി അവിടെ ജീവിക്കാൻ കഴിയാതെ അവളുടെ സ്വത്തും പണവും മുഴുവൻ ഭർത്താവിന്റെ വീട്ടുകാർ പിടിച്ചുവെച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന സ്ത്രീക്ക് നിയമപരമായി അവളുടെ സ്വത്ത് നേടിയെടുക്കാൻ ഭീമമായ ഒരു തുക കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, പാവപ്പെട്ട ജനങ്ങൾക്കൊരു വീടെടുക്കാൻ എത്രയോ ഇരട്ടി ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് 6-7 മാസം അത് കൊടുക്കാതെ അവർക്ക് മരുന്ന് വാങ്ങാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. അവരാണ് ഈ ഗവൺമെന്റിനെതിരായി വോട്ട് ചെയ്തത്. ഞാൻ തിരികെ എത്താം. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറും ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് BN ഹസ്കർ, തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി, ഇനി തിരുത്തലിന് തയ്യാറാണ്, അതിനുവേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു എന്ന് CPM പറയുന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ ഉയരുന്ന വലിയ വിമർശനങ്ങൾ അത് ഒരു ഭാഗത്തു നിന്നല്ല, പല ഭാഗത്തു നിന്നാണ്. അത് കേട്ടില്ല എന്ന് പാർട്ടി നടിക്കുകയാണോ? അപർണ, എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ ഒറ്റതിരിഞ്ഞാക്രമിക്കുക എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമ ശൈലി. സഖാവ് EMSന്റെ കാലം തുടങ്ങി സഖാവ് EK നയനാരും സഖാവ് VS-ഉം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ആരൊക്കെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഒറ്റതിരിഞ്ഞാക്രമിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. അദ്ദേഹത്തെ കഴിഞ്ഞ 8 കൊല്ലമായി മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ, അതിനു മുമ്പ് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയായിരുന്നതിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം പിന്നാമ്പുറത്തൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ വലതുപക്ഷ മാധ്യമങ്ങളുടെ ആക്രമണത്തിന് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് രണ്ടാമതും കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ചരിത്ര സംഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അമ്പേ പരാജയം ഉണ്ടായി. ആ പരാജയം സർവ ആത്മന ഞങ്ങൾ വിനയാന്വിത ശിരസുകളോടെ സ്വീകരിക്കുന്നു. ആ പരാജയം ഞങ്ങളെ പലതും ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് തിരുത്തലിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ആയും CPM-ഉം ഞാനൊന്ന് ഇടപെട്ടോട്ടെ അഡ്വക്കേറ്റ് ഹസ്കർ. ഞാൻ ക്ഷമിക്കണം, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടപെടുന്നത്. 5 ദിവസങ്ങളായിട്ട് CPM നേതൃയോഗങ്ങൾ നടക്കുകയായിരുന്നു. സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടറി, അങ്ങേക്കും അറിയുന്നതാണ്. മാധ്യമങ്ങളിലൊക്കെ വരുന്നു കേന്ദ്ര നേതാക്കളടക്കം ഉയർത്തിയ വിമർശനങ്ങൾ. അതാരുടെ ശൈലിക്കെതിരെ, അതാരുടെ ധാർഷ്ട്യത്തിനെതിരെ, അതൊക്കെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെ എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ഇനി ഈ പറഞ്ഞതൊക്കെ, ഈ വന്ന വാർത്തകളൊക്കെ കൂട്ടായ മാധ്യമ വേട്ടയാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ CPI-യുടെ ജില്ലാ യോഗങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതൊക്കെ CPI-യുടെ സംസ്ഥാന നേതാക്കൾ കണ്ണടച്ച് തള്ളിയിട്ടില്ല. അതായത് ഇത് ഒരു ഭാഗത്തു നിന്ന് വരുന്ന വാർത്തയല്ല, പല ഭാഗത്തു നിന്ന് വരുന്നതാണ്. കൂട്ടായി വലതുപക്ഷ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണോ ഈ നാനാതരം വിമർശനങ്ങളും വാർത്തകളും പ്രസ്താവനകളും എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. ചിലത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിമർശനത്തിനും സ്വയം വിമർശനത്തിനും വിധേയരാകുന്നവരാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തുറന്നു പറയുന്നതിന് ഒരു മടിയും ഒരു കാലത്തും കാണിച്ചിട്ടില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും ശൈലിയും. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്. ആ പിശകുകളിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും ധിക്കാരവും അടക്കമുള്ള ഇടപെടലുകൾ ജനങ്ങൾക്ക് അവജ്ഞയോടെ ഞങ്ങളെ നോക്കിയിരുന്നു എന്ന വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് തിരുത്തുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ, അത് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ കഴിയാതിരുന്നത് കൊണ്ട് കേരളത്തിലെ 64 ലക്ഷം ജനങ്ങൾക്ക് 1600 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക ബാധ്യതയുടെ ഘട്ടത്തിലും അത് കൊടുത്തു തീർക്കാൻ ഞങ്ങൾക്കായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA-യും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിൽ ഞങ്ങൾക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ആ പിശകുകൾ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കുന്നതിനോ അത് പ്രകടമായി സാമൂഹികമായി കേരളത്തിന്റെ പൊതുബോധത്തിൽ ചർച്ച ചെയ്യുന്നതിനോ കേരളത്തിലെ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിലെ UDF ചെയ്തിട്ടുള്ളതോ? കേരളത്തിൽ 19 MP-മാരുണ്ടായിരുന്ന UDF പിന്നീട് അത് 18ആയി. ഒരു ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്ന് അവകാശപ്പെടാനോ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഈ ദുരിതകാലത്തും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഫലം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. അത് സഖാവ് പിണറായി വിജയന്റെ കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ജനങ്ങളുമായി സംവദിക്കുന്നതിലും ഞങ്ങൾക്ക് പിശക് പറ്റി. കേന്ദ്ര നയങ്ങളെ തുറന്ന് എതിർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ ഞങ്ങൾക്ക് പിശക് പറ്റി. ആ പിശകുകളെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പോ ഞങ്ങളുടെ പിശകുകൾ തിരുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഏകഛത്രാപതി എന്ന അർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും വിമർശനത്തിന് അതീതനാണ് അദ്ദേഹം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും ഇന്നും ഓരോ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർന്നു എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഘടകകക്ഷികളുടെ യോഗങ്ങളിൽ, അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയെയും ആ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന മന്ത്രിമാരെയും വിമർശിക്കുന്നു. ഇത് ഞങ്ങളുടെ ശൈലിയാണെന്ന്. ഞങ്ങൾ സ്വയം വിമർശനത്തിനും വിധേയരാകുന്നവരാണ്. ഞങ്ങൾ ആരും വിമർശനത്തിന് അതീതരാണെന്ന ചിന്ത ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ പരാജയം സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് 2021 കേരള ചരിത്രത്തിൽ ആദ്യമായി 99 സീറ്റ് നൽകി മഹാഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് നിയമസഭയിൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ജയിക്കാനായത്. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം തുറന്നു പറയും. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ ഞങ്ങൾ തിരുത്തും. അങ്ങനെ തിരുത്തി ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുക. അങ്ങനെ ശ്രീ BN ഹസർ, ആ 2019 2024 താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രീതിയിലുള്ള ഈ താങ്കൾ പറഞ്ഞതുപോലെ ഉൾപാർട്ടി ജനാധിപത്യമാണ്, വിമർശനങ്ങൾ വരും, അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്തിനൊക്കെ വിമർശനങ്ങൾ ഉയരുന്നു? വ്യക്തിപരമായിട്ട് ഉയരുന്ന വിമർശനങ്ങൾ എല്ലാ തരത്തിലും ന്യായീകരിക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന
വാർത്തകൾ, പടച്ചുവിട്ട വാർത്തകൾ ആണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ, അത് ജനങ്ങളെ സ്വാധീനിച്ചു എന്നാണ്. അതായത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു ജനറലൈസേഷനായിട്ട് ഒരു പാർട്ടി എടുക്കുന്നത് എന്തിനാണ്? ചില വിമർശനങ്ങളൊക്കെ ഉയരുന്നത് വ്യക്തിപരമായിട്ടാണ്, അത് പാർട്ടി അംഗീകരിക്കുന്നില്ല. പകരം കാടടച്ച് ആക്രമിക്കുകയാണെന്ന് പറയുന്നിടത്ത് തിരുത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പാർട്ടി കാണാതെ പോകുന്നില്ലേ? അപർണ, അങ്ങ് ഓർക്കുന്നുണ്ടാവും, 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നും ഈന്തപ്പഴ കുരുവിൽ വരെ, വിശുദ്ധ ഖുർആനിൽ വരെ സ്വർണം കള്ളക്കടത്തു നടത്തിയെന്നും അതിന് ഒത്താശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്നും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകളും പറഞ്ഞ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വരെ ആക്രമിക്കുന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കാൻ, ഞങ്ങളുടെ വിശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് 2021 തെരഞ്ഞെടുപ്പിന്റെ ഫലം. പക്ഷെ അതിന് സമാനമായി തന്നെ വീണ്ടും വാർത്തകളുമായി വലതുപക്ഷ മാധ്യമങ്ങളിലും വിമർശകരും ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ സദാ ജാഗരൂകരായിട്ടുള്ള പാർട്ടിയുടെ കേഡർമാർ ഇത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള ഇച്ഛാശക്തി പാർട്ടിയുടെ കേഡർമാർക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഓക്കെ, ശരി ബി എൻ ഹസ്കർ. ശ്രീജിത്ത് പണിക്കർ, ആ പറഞ്ഞിടത്തുനിന്ന് CMO ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയാണ്, ഈന്തപ്പഴത്തിൽ വരെ സ്വർണം കയറ്റി അയക്കുകയാണ് അല്ലെങ്കിൽ കടത്തുകയാണ് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ അന്നും പാർട്ടി ഇറങ്ങി ജനങ്ങളിലേക്ക് ചെന്നു, ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ പറയുന്ന അപവാദങ്ങൾ, ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ജനം കൂടെ നിന്നു. അതാണ് ബി എൻ ഹസ്കർ പറയുന്നത്. അത് അങ്ങനെ പറയാൻ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പറയാനുള്ള ഒരു ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ്. 2, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പാർട്ടി ആവർത്തിച്ചു പറയുമ്പോൾ ഇനി ഉണ്ടെന്ന് തന്നെ വിമർശനം വന്നാൽ ഇത് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2ാം പിണറായി മന്ത്രിസഭയിൽ ഇടം നേടാൻ കഴിയാതിരുന്നവർ, മാറ്റി നിർത്തപ്പെട്ടവർ, അങ്ങനെയുള്ള ചിലരൊക്കെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് അണികൾക്കും ജനങ്ങൾക്കുമൊക്കെ പറയാമല്ലോ. അല്ല, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പൂർണ്ണമായിട്ടും കഴമ്പില്ല എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആൾക്കാരുടെ പരിഗണനകൾ, ഒരുപക്ഷെ അവരുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ പറയുന്ന വർഷം 2021 ആ ഒരു സമയത്താണ് നമ്മുടെ ഇവിടെ ബാക്ക് ടു ബാക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും പിന്നീട് നമ്മുടെ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആ സമയത്തെല്ലാം തന്നെ മുഖ്യമന്ത്രിയും CPM-ഉം ജനങ്ങളുടെ മുന്നിൽ അവർ പ്രസന്റ് ചെയ്തിരുന്ന മുഖം എന്ന് പറയുന്നത് കരുതലിൻ്റെതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഡെയിലിയുള്ള പത്രസമ്മേളനം എന്ന് പറയുന്നത് 2021 ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി CPM-ന് കിട്ടുന്നതിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അന്ന് ആൾക്കാരുടെ പരിഗണന എന്ന് പറയുന്നത് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു, തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൃത്യമായിട്ടുള്ള ഒരു വരുമാന മാർഗമില്ല, ഒരു സ്രോതസ്സില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ കൊടുത്തിരുന്ന കിറ്റുകളാണെങ്കിലും സർക്കാരിന്റെ മറ്റു പല വെൽഫെയർ സ്കീമുകളാണെങ്കിലും മുഖ്യമന്ത്രി തങ്ങളൊപ്പമുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് എന്ന രീതിയിൽ എല്ലാ ദിവസവും നൽകുന്ന ഒരു റീഅഷുറൻസ് ഒക്കെ ആണെങ്കിലും ആൾക്കാരെ അവരുടെ പ്രയോറിറ്റീസ് എന്താണ് എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അറസ്റ്റിലായി കിടക്കുന്ന ഒരു കേസിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല എന്ന രീതിയിലത്തേക്കൊന്നും ചിന്തിക്കാനുള്ള വിഡ്ഢികളല്ല കേരള സമൂഹത്തിലുള്ളത്. ഇപ്പോൾ അവരെ കൊട്ടിഘോഷിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലാണെങ്കിലും വിജിലൻസിന് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പൊ അതൊന്നും തന്നെ തീയില്ലാതെ പുകയുന്നതല്ല എന്ന രീതിയിലത്തേക്കൊക്കെയുള്ള ചിന്ത ഇവിടെയുള്ള ആൾക്കാർക്കുണ്ട്. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന ജീവൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിന്റെ പ്രയോറിറ്റി വളരെ കൂടുതലായിരുന്നു എന്നതുകൊണ്ടാണ് 2021 അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടായത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. 2, ഈ തിരുത്തുക എന്ന് പറയുന്ന സമയത്ത് എന്ത് കുറ്റമാണ് തിരുത്താൻ പോകുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് തിരുത്താൻ പോകുന്നത്? അതിപ്പോ ശ്രീ ഗോവിന്ദൻ മാഷാണെങ്കിലും ശ്രീ ഹസ്കർ ആണെങ്കിലും ഏതൊക്കെ വിഷയങ്ങളാണ് തിരുത്തുന്നത് എന്ന് പറയുമോ? ഇപ്പോ ഉദാഹരണത്തിന് വെൽഫെയർ പെൻഷൻ അത് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് തിരുത്താൻ പോകുന്നത്? അത് തിരുത്തണമെങ്കിൽ പണം വേണം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് പണമാണ്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ നമ്മൾ ഈ കുടിശ്ശികയെല്ലാം തന്നെ കൊടുത്ത് തീർക്കുക? പലപ്പോഴും നമ്മൾ ഓർക്കണം, ഈ എന്താണ് സാമ്പത്തിക സ്രോതസ്, എന്താണ് നമ്മളുടെ ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻ, ഇതൊന്നും തന്നെ ചിന്തിക്കാതെ
ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും നമ്മൾ വെൽഫെയർ പെൻഷൻ ഇത്രയാക്കും എന്ന രീതിയിലത്തേക്ക് ആൾക്കാരെ ഇങ്ങനെ അതിന്റെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെ നടത്തിയിരുന്നത്. അപ്പൊ അതിൽ എന്ത് രീതിയിലുള്ള തിരുത്തലാണ് ഉണ്ടാകുന്നത്? ആ തിരുത്തലിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട്, മുഖ്യമന്ത്രിയോളം തിരുത്തേണ്ടുന്ന ആരെങ്കിലും ഇന്ന് CPM ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ പല പ്രസ്താവനകളും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രീ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന്, ശ്രീ AK ബാലന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയോളം തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നതും ആൾക്കാരിൽ അതിന്റെ ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുവഴിയാണ്? സമരമാർഗങ്ങൾ വഴി, പ്രതിഷേധങ്ങൾ വഴിയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ സമരങ്ങൾ നയിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗങ്ങൾക്കും അതേപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും പോലും എതിരാകുന്നു എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് പല സമരങ്ങളും, ഇപ്പൊ KSU നടത്തുന്ന സമരമായിക്കോട്ടെ, കോൺഗ്രസ് നടത്തുന്ന സമരമായിക്കോട്ടെ, മറ്റേതെങ്കിലും സംഘടനകൾ നടത്തുന്ന സമരമായിക്കോട്ടെ, ആ സമരത്തിനെയെല്ലാം ഒരു ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താനായിട്ടാണ് ഇവിടെ ശ്രമിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പല നടപടികൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്നുള്ളതായിരുന്നു. എന്താണ് രക്ഷാപ്രവർത്തനം എന്നതിനെപ്പറ്റി നമുക്കുള്ള സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം, ആ ഒരു ബോധം എന്നതിനെ പൂർണ്ണമായിട്ടും തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം അതിനൊരു പുതിയ നിർവചനം കൊടുത്തു. ആ നിർവചനം എന്ന് പറയുന്നത് അദ്ദേഹം ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീ ലൈസൻസ് നൽകുന്ന രീതിയിലത്തേക്ക് തോന്നിപ്പിക്കുന്ന പോലെയുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുക? സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ ഇവിടെ ആൾക്കാർക്ക് കഴിയില്ലേ? ഈ വലിയൊരു തിരിച്ചടി കിട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ സമാധാനപരമായിട്ട് തന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ച ഒരു വൈദികനെ മുഖ്യമന്ത്രി വിളിച്ച വാക്കെന്താണ്? വിവരദോഷി. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു വലിയ അടി കിട്ടിയതിന് ശേഷവും എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബോധ്യവും ഇല്ല എങ്കിൽ അവിടെയുള്ള തിരുത്തൽ എവിടെയാണ് നടക്കുക? നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളായിക്കോട്ടെ, എല്ലാ പരിപാടികളായിക്കോട്ടെ, തത്സമയം ഇവിടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിവിധ ചാനലുകൾ വഴി ലൈവായിട്ട് വരികയാണ്. അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രി പലപ്പോഴും തന്നെക്കാൾ ഒരുപക്ഷെ ഈ ഗവൺമെന്റിന്റെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ താഴെയുള്ള ആൾക്കാരോട് അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയാണ്? മൈക്ക് കേടാകുന്ന സമയത്ത് എത്രയോ തവണ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളോട് അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്, അഥവാ CPM കോർ വോട്ടർ ബേസ് ആണ്. ആ ഉള്ള ആൾക്കാരോട് അവരുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടേതല്ലാത്ത കാരണത്താൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിയുന്ന സമയത്ത് ഒരു കമന്റ് പറയുന്ന സമയത്ത് അമ്മാതിരി കമന്റ് വേണ്ട എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് പോസിറ്റീവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ അധികാരത്തിന്റെ ഭ്രമത്തിൽ വളരെയധികം ധാർഷ്ട്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സമരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ കഴിഞ്ഞാൽ നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരോട് കരുതൽ എന്ന് പറഞ്ഞ് 2021 പറഞ്ഞതിന്റെ ഒരു കാര്യവും, ഒരു അംശം പോലും കാണിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കും, സമാധാനപരമായിട്ട് പോലും അദ്ദേഹത്തിനെ വിമർശിക്കാനായിട്ടുള്ള ഒരു അവകാശം പോലും ഇവിടെ ഇല്ല എന്ന രീതിയിലത്തേക്കും വന്നിട്ടുണ്ട്. ശ്രീ ഹസ്കർ ഇവിടെ ഒപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് CPM പലപ്പോഴും പല പ്രതിഷേധ പരിപാടികളും BJPക്ക് എതിരെയൊക്കെ നടത്തുന്ന സമയത്ത് മറ്റുള്ള പാർട്ടികൾ ഒപ്പം നിന്നിട്ടില്ല എന്ന്. അങ്ങനെയല്ല. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, കാർഷിക നിയമങ്ങളായിക്കോട്ടെ, ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയ്ക്കുള്ളിൽ പോലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒക്കെ തന്നെ പ്രമേയം പാസ്സാക്കുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ പല പല കോമൺ പരിപാടികളെല്ലാം തന്നെ ഇവരോട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പോയതിനു ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രതിഷേധം, സമരം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്ന സമയത്ത് അതിനോടൊപ്പം ചേർന്നില്ല എങ്കിൽ പോലും അതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ അവിടെ ഡൽഹിയിൽ പോയി സന്ദർശിച്ചിട്ട് പോയ നേതാവിന്റെ പേര് അബ്ദുൾ വഹാബ് എന്നാണ്. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്. അപ്പൊ അങ്ങനെ പലപ്പോഴും തങ്ങളുടെ ഒരു കമ്പൽഷന്റെ ഭാഗമായിട്ട് തങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും ഒക്കെ തന്നെ, ലീഗുകാരാണെങ്കിലും ഒക്കെ തന്നെ ഇവരോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഇവരെ എല്ലാം തന്നെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുകയും ആരെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കാണിക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ വർഗീയവാദികളാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, പിന്നെയും ഈ മനുഷ്യരെ കാണേണ്ടതല്ലേ? ഇപ്പോൾ ഈ SNDP വിഭാഗം
ആ വിഭാഗത്തിലുള്ള ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മുഴുവനും RSS വൽക്കരണം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാരണവുമില്ലാതെ ഇവരെല്ലാവരും തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ധ്വനി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരാളിന്റെ മുന്നിൽ എന്ത് മുഖത്തോടു കൂടി ഒരു CPM നേതാവിന് പോയിട്ട് നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും? അപ്പൊ അവർ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തിരുത്തലാണ് അവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ തിരുത്തൽ ടോപ്പ് ഡൗൺ അല്ലാതെ നടക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കുള്ള തിരുത്തലുകൾ കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അപർണ. യെസ്, തീർച്ചയായും. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ, സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലുണ്ടായ ആ പാകപ്പിഴ അത് ജനങ്ങൾ അത് കണക്കിലെടുക്കുന്നു, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു. ആ തരത്തിലാണ് നേരത്തെ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് നേരത്തെ ശ്രീ BN ഹസ്കർ പറഞ്ഞതടക്കം പാർട്ടി തിരുത്തലിന് തയ്യാറാണ്, പാർട്ടി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്, അതിനെല്ലാം പാർട്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോഴും എല്ലാ തോൽവിയും എല്ലാ പഴികളും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തലയിൽ മാത്രം വെച്ചു കെട്ടുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ലീഗും ആ തരത്തിലേക്കാണ് നീങ്ങുന്നത്. ലീഗും പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം പിഴയാണെന്നാണ്. മുഖ്യമന്ത്രി മുണ്ടുടുത്ത മോദി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. ഇതിലെ മുഖ്യമന്ത്രി ഭരണത്തിൻ്റെ തലവനാണ്. ഇപ്പോൾ തിരുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവം കേരളത്തിലെ ഒരു ജനങ്ങൾക്കും ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, വിനയത്തോടു കൂടി പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയില്ല. പത്രക്കാരോട് അദ്ദേഹം പെരുമാറുന്നത് അറിയില്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പത്രക്കാരോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു? നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഈ പാവം മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്ന അതിൻ്റെ ഓപ്പറേറ്റർമാർ അവരെന്ത് പഴച്ചു? എന്തോ ചില സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ മൈക്ക് 1, 2, 3 പ്രാവശ്യം തകരാറായിട്ട് അവരോട് പെരുമാറിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പത്രക്കാരോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പത്രക്കാരെ കാണാൻ തയ്യാറല്ലാത്ത അവസ്ഥ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ DYFIക്കാർ കടന്നാക്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ലീഗിന്റെ മുഖം മാറ്റണം. ലീഗിന്റെ മുഖമല്ല മാറ്റേണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖമാണ്. KM ഷാജി ഇന്നലെ പറഞ്ഞ പോലെ ഈ 18 സീറ്റിലും തോൽക്കാൻ ഒരേ ഒരു കാരണം, ഒരേ ഒരു മുഖമാണ്, അത് മുഖ്യമന്ത്രിയുടെ മുഖമാണ്. അത് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ CPMന്റെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യപ്പെടാതിരുന്ന CPIക്കാരും CPMന്റെ ആളുകളും ഒക്കെ പാർട്ടി കമ്മിറ്റിയിൽ രഹസ്യമായിട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവർത്തനമാണ് ഇതിന് കാരണം, തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് രഹസ്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ തിരുത്തേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്ലൈകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും വില അങ്ങനെ കൂടിക്കൂടി വരിക നമ്മുടെ സംസ്ഥാനത്ത്. ആ സംസ്ഥാനത്ത് വില കൂടി വരുമ്പോൾ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഈ വില നിയന്ത്രിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് സപ്ലൈകോ. ആ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, സബ്സിഡി കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനം കൊണ്ടുവരാം. അതാണ് തിരുത്താൻ അവർ ഏറ്റവും മുൻകൈ എടുക്കേണ്ടത്. പിന്നെ പാവപ്പെട്ട ആളുകളോട് പെൻഷൻ കൊടുക്കുക, ആ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതാണ് അവർ തിരുത്തൽ രണ്ടാമതായി നടത്തേണ്ടത്. പാവപ്പെട്ട KSRTC തൊഴിലാളികളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാൻ, അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഗുണ്ടാ ആക്രമണം നടക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഗുണ്ടാ ആക്രമണം നടക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പത്രക്കാർ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യാണ്, ഒന്നുകിൽ അമിതമായി മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഈ മദ്യം ഇവിടെ സാർവത്രികമാക്കി എല്ലാവർക്കും കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത്, അതാണ് തിരുത്തേണ്ടത്. ഇവിടെ നമുക്കറിയാലോ, വളരെ കുറഞ്ഞ ഈ ഗവൺമെന്റ് വന്ന് ഇഷ്ടം പോലെ മദ്യം കൊടുക്കുകയാണ്. തിരികെ എത്തുന്ന ഞാൻ താങ്കൾക്ക് വരുന്നതിന് മുമ്പ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഫാത്തിമ തഹ്ലിയെ കൂടി നമുക്കൊപ്പം ചേർത്ത്. ശ്രീമതി ഫാത്തിമ തഹ്ലിയ, പാർട്ടി തിരുത്താൻ, CPM തിരുത്താൻ തയ്യാറാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയാണ്. നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുകയാണ് എന്ന് പറയുന്ന നിങ്ങൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് മുണ്ടുടുത്ത മോദി എന്നാണ്. അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? ആ രീതിയിൽ എന്ത് ഫാസിസ്റ്റ് പോരാട്ടമാണ് ലീഗ് ജനങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിവെക്കുന്നത്?
ഓക്കെ അപർണ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തില് മുണ്ടുടുത്ത മോഡി എന്ന് പിണറായി വിജയനെ വിളിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വമോ മാത്രമല്ല. നിങ്ങളൊന്ന് ഇറങ്ങി പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരെ ജനങ്ങളുടെ വികാരം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനോട് സംസാരിച്ചിട്ടുള്ളത്? അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് ജനവിധി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന എത്ര ഗുരുതരമായിട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കൃത്യത്തിലേക്ക് ഈ രൂപത്തില് ഒരു വർഗീയത പടച്ചുവിട്ടത്. അതിന് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കുമല്ലേ ഇത്തരത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള ബാധ്യത ഉള്ളത്? അത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളോട് എന്താണ് പിണറായി വിജയൻ പറയുന്നത്? ഈ രൂപത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങൾ ഒട്ടും ഈ കേരളത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ പോലും ഭയമുളവാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് വരുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ മുണ്ടുടുത്ത മോഡി എന്നല്ലാതെ വേറെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇപ്പൊ BDJS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രീതി എന്താണ് എന്ന്. കേരളത്തിൽ എങ്ങനെയാണോ BJP അവരുടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത്, അതിന്റെ മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന രൂപത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സംവിധാനവും CPM ഉൾപ്പെടെയുള്ള LDFന്റെ സംവിധാനങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അവരുടെ ഒരു ചോദ്യമാണ്, എങ്ങനെ പെട്ടെന്ന് ലീഗ് CPMന് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു? ഇതുവരെ ആ രീതിയിലായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും കണ്ടതല്ല. ലീഗിന് തിരിച്ചുമായിരുന്നില്ല, ആ രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മളും ലീഗിന്റെ ഭാഗത്തുനിന്നും കണ്ടിട്ടില്ല. എങ്ങനെ ആ ഒരു ഇഷ്ടം CPM ഒറ്റയടിക്ക് CPM അങ്ങ് ലീഗ്? അപർണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗ് വ്യക്തമായിട്ട് എല്ലാ കാലത്തും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താറുണ്ട്. കൃത്യമായിട്ട് ലീഗ് മറ്റുള്ള സംഘടനകളോട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇത് വിമർശനമായിക്കൊണ്ട് ശക്തമായിട്ടുള്ള വിമർശനം, അതായത് സഹനത്തിന്റെ പരിധി കഴിഞ്ഞിട്ട് ശക്തമായിട്ടുള്ള വിമർശനം എന്നുള്ള രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു എഡിറ്റോറിയലിലൂടെ ഗവൺമെന്റിനോട് ഈ രൂപത്തിൽ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിലൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇവിടെയുള്ള ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേപോലെ LDFും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇടതില്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ട പൗരന്മാരാവും എന്ന് പറഞ്ഞെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. ആ പ്രസ്താവനയോട് എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോടും മറ്റുള്ള ന്യൂനപക്ഷങ്ങളോടും രണ്ടാം ഘട്ട പൗരന്മാരാകും എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? ശ്രീമതി ഫാത്തിമ തലിയ, ഞാൻ BN ഹസ്കർ, ലീഗിനെ വിമർശിക്കുക, ലീഗ് ഇതുവരെ ആ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ആ രീതിയിൽ വളരെ മൃദു സമീപനമാണ് ലീഗിനോട് CPM സ്വീകരിച്ചത് എന്ന് പറയാതെ വയ്യ. അത് നിങ്ങൾക്കും എതിർക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രചാരണം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടും വന്നു. അപ്പോൾ ലീഗിനെ രൂക്ഷമായിട്ട് വിമർശിക്കുക, ലീഗ് ഒറ്റയടിക്ക് വർഗീയ പാർട്ടിയായി പോവുക. അപ്പോൾ തിരിച്ച് എന്താണ് പറയുന്നത്? തിരിച്ച് പറയുന്നത് മുണ്ടെടുക്കാത്ത മോദി എന്നാണ്. വളരെ പെട്ടെന്ന് ലീഗ് എങ്ങനെ CPMന് മോശക്കാരായി പോയി? അപർണ, ഇതില് മുസ്ലിം ലീഗ് കേരളത്തിലെ പാർട്ടി CPIയും 5 ദിവസം നടന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും CPMന്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിലയിരുത്തലിന്റെ കൂടി ഭാഗമാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ. ഒന്നാമതായി, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കേരള രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ വിമർശിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിനെ കാണാതെയല്ല ആ വിമർശനം നടത്തിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ 1992 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഏട് എന്ന് പറയാവുന്ന 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർന്നു വീഴുന്ന ഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകരാതിരിക്കുന്നതിന് ലീഗ് എടുത്തിട്ടുള്ള നിലപാട് ശ്ലാഘനീയമായിരുന്നു, ഒരു സംശയമില്ല. ആ നിലപാടുകൾ കൊണ്ട് അങ്ങനെ കേരളത്തിലെ സമുദായ സൗഹാർദ്ദത്തിന്റെ വേരുപിടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏതു തീവ്രവാദി സംഘടനകളും മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘട്ടങ്ങളിൽ അവരെയൊക്കെ ചെറുത്തു നിൽക്കുന്നതിനുള്ള ആർജവം, രാഷ്ട്രീയ ഇച്ഛാശക്തി മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള
വലതുപക്ഷ തീവ്ര മുസ്ലിം സംഘടനകളെ കൂട്ടുചേർത്ത് ഘടകകക്ഷികളെ പോലെ പെരുമാറി പ്രവർത്തിച്ചു എന്നുള്ള അക്ഷന്തവ്യമായ തെറ്റാണ് മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന് വരും കാലങ്ങളിൽ തിരിഞ്ഞുകുത്താൻ പോകുന്നു എന്ന രാഷ്ട്രീയ ഓർമ്മപ്പെടുത്തലാണ് സഖാവ് പിണറായി വിജയൻ ആ വിമർശനത്തിലൂടെ നടത്തിയിട്ടുള്ളത്. അത് വസ്തുതകൾ കൂടിയാണ്, അത് CPM-ന്റെ വിലയിരുത്തൽ കൂടിയാണ്. മുസ്ലിം ലീഗ് നടത്തുന്നത് തീർച്ചയായിട്ടും ഞാനൊന്ന് വരുന്നത് അതിന് മറുപടി ശ്രീ ഷാഹുൽ ഹമീദ്, കാരണം CPM പറയുന്നതിന് ഒരു മറുപടി വേണമല്ലോ. ഞാൻ പെട്ടെന്ന് വരാം ഹസ്കർ, അതിനൊരു ചെറിയ മറുപടി. അതിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു വർഗീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് കൂട്ടുകൂടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചങ്കൂറ്റത്തോടു കൂടി SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കത് പറയാനുള്ള ആർജവുണ്ടായി. PDP എന്ന് പറയുന്ന സംഘടന ഈ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുത്തു. ആ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്ന് ഏതെങ്കിലും CPM-ന്റെ ഒരു ലോക്കൽ നേതാവ് പറഞ്ഞു? ഞങ്ങളുടെ UDF-ന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഈ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന്. പിന്നെ പോളിംഗ് ബൂത്തിൽ ഞങ്ങൾക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ, അവിടെ ആരാ വോട്ട് ചെയ്യണത് പറയാൻ പറ്റില്ലല്ലോ. ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആർജവത്തോടു കൂടി പറഞ്ഞിട്ട് തന്നെയാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി എന്നുള്ള രൂപത്തിൽ ഇപ്പൊ വടകരയിലെ ഷാഫി പറമ്പിൽ പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലേ, എല്ലാവരും അത് തന്നെ പറഞ്ഞത്. പിന്നെ എന്താണ് ഇവർ പറഞ്ഞത്? ഞങ്ങൾ SDPIയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയോട്ടെ ഞങ്ങൾ ഒരു മുന്നണി അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ SDPIക്കാരും ഞങ്ങളും തമ്മിൽ പൊതുവേദി പങ്കിട്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങളെ കൊടിയും SDPIന്റെ കൊടിയും കൂട്ടിക്കെട്ടിയത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എവിടെയെങ്കിലും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വീട് കയറിയപ്പോൾ SDPIക്കാരനെ കൂട്ടി വീട് കയറിയത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? RSSകാരനെ കൂട്ടി വീട് കയറിയത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പരസ്യമായി ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തു, അവരെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന്. PDPക്കാർ നിങ്ങളെ പിന്തുണച്ചപ്പോൾ എന്തേ അവരെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആർജവം നിങ്ങൾ കാണിച്ചില്ല. അപ്പൊ ആരാണ് വർഗീയതയെ താലോലിക്കുന്നത്, അവസരത്തിനൊത്ത് താലോലിക്കുന്നത്? ഷാഹുൽ പറയുന്നത് SDPയുടെ കൊടി ലീഗിനൊപ്പം കെട്ടിയില്ലെന്ന്. അവരുടെ കൊടി വയനാട് പോലും കെട്ടാൻ പറ്റിയില്ല. ലീഗിന്റെ കൊടി വയനാട് ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയായിരുന്നിട്ടും വയനാട് കൊടി കെട്ടാനും പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനങ്ങളിൽ നേതാവിനെ ഇറക്കി വിടുകയും ചെയ്തു. അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ കേരളത്തിലെ സ്ഥിതി. അത് കൊടി കെട്ടാൻ പറ്റുന്നത് ലീഗും കോൺഗ്രസും ഉണ്ടായതുകൊണ്ടാ. അല്ല, അവിടെ ഇപ്പൊ ആ കൊടി പിടിക്കാൻ, ഇന്ത്യയിൽ പിടിക്കാൻ പറ്റുന്നത് ലീഗും കോൺഗ്രസും ഉണ്ടായതുകൊണ്ടാ. CPM-ന്റെ കൊടി വയനാട്ടിൽ ആ കൊടി നിങ്ങൾക്ക് പിടിക്കാനായില്ല. കേരളത്തിൽ SDPയോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ചിട്ടില്ല, അവരുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ UDF? അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ. UDF പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ നിങ്ങൾ 2 സീറ്റിൽ മത്സരിച്ചു, നിങ്ങളുടെ 2 സീറ്റിലും നിങ്ങൾക്ക് തനതായ സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ജയിക്കാനാവും. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ UDF-ന് ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ പാറ്റേൺ പരിശോധിച്ചാൽ മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ SDPക്കുള്ള സ്വാധീന ശക്തിയുണ്ട്. ആ SDPയുടെ സ്വാധീന ശക്തിയുള്ള മേഖലകളിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ UDF-ന്റെ പ്രതിനിധികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു വസ്തുതയല്ലേ? ആ വസ്തുതയെ വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാനാവില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ മുസ്ലിം ലീഗിനുള്ള സ്വാധീനം, മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്നത് മതേതര മുഖം കൊണ്ടും മതേതര നിലപാടുകൾ കൊണ്ടും ആണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ തോൽപ്പിക്കുന്നതിനു വേണ്ടി, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏത് തീവ്രവാദി സംഘടനകൾ ഞങ്ങൾ വോട്ട് ചെയ്താലും അത് ഞങ്ങൾക്കൊരു അലങ്കാരമായി മാറുന്നു, ഞങ്ങൾക്കത് ആത്മാഭിമാനം നൽകുന്നു എന്ന തോന്നലുളവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വിമർശനം. ആ വിമർശനം നിങ്ങൾ കാതലായ വിമർശനമാണെന്ന് കണ്ട് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ തിരുത്തുക എന്നുള്ളതാണ് ആ വിമർശനത്തിന്റെ ഉദ്ദേശം. അതിനു പകരം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ചോദ്യം അസ്കർ വക്കീൽ, ഒറ്റ ചോദ്യം. ഇപ്പൊ ഇടുക്കിയിലും എറണാകുളത്തൊക്കെ മുസ്ലിങ്ങളാണോ കൂടുതൽ? അവിടെ 2 ലക്ഷത്തിൽ പരം വോട്ടിനാണ് UDF ജയിച്ചത്. 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ. അപ്പൊ എല്ലാ വിഭാഗവും ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. നിങ്ങളത് കേവലം മുസ്ലിം വോട്ട് മാത്രമാക്കി ചുരുക്കല്ലേ? ഇടുക്കിയിലും എറണാകുളത്തൊക്കെ ഞങ്ങളെക്കാളും മുസ്ലിങ്ങളെക്കാളും ഇരട്ടി മറ്റുള്ള മതക്കാരില്ലേ? അപ്പൊ എല്ലാരും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമല്ല, നിങ്ങളുടെ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ
കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മലബാറിലൊക്കെ നോക്കൂ നിങ്ങൾ, മലപ്പുറം ജില്ല കഴിഞ്ഞ് കാസർഗോഡ് വരെ 1,00,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷം. നിങ്ങളുടെയൊക്കെ പിന്നെ പൊന്നാപുരം, കോട്ടയം, കാസർഗോഡ്, വടകര, കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, ഇവിടൊക്കെയാണ് പാലക്കാട്, ഇവിടൊക്കെയാണ് ഞങ്ങൾ പാലക്കാട് ഒഴികെ ബാക്കിയൊക്കെ 1,00,000-ൽ പരം വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഇത് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാ. അങ്ങനല്ല. കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗോ മുസ്ലിങ്ങളോ വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഞങ്ങൾക്ക് വിവിധ സമുദായങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് തിരിച്ചടിയുണ്ട്. വിശിഷ്യ ഈഴവ സമുദായത്തിൽ നിന്നും ഞങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ സമുദായങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നേരത്തെയും ഞങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടും ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ദളിത് ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് ഷെയറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊരു സത്യം തന്നെയാണ്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വേലകൾ കൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള നല്ല പ്രവൃത്തികളെ പോലും എത്തിക്കാനായിട്ടില്ല. അപ്പോഴും അതാണ് വിഷയം. ശ്രീ ബി.എൻ. ഹസ്കർ, എവിടെയാണ് തിരുത്തേണ്ടത്? തിരുത്തുന്നതിന് ആവശ്യമുണ്ടോ? അത് വലതുപക്ഷ മാധ്യമങ്ങളടക്കമുള്ളവരുടെ പ്രചാരണം മാത്രമാണോ എന്നൊരു ചോദ്യം പാർട്ടി ചോദിക്കുന്നു. അതാണ് വിഷയം. ഞാനേതായാലും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചു, CPM-ന്റെ തിരുത്തൽ തലപ്പത്ത് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിൽ വേണമെന്ന് 85% പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് 11%. നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് 4 പേർ. പ്രത്യേക അഭിപ്രായം പറയാത്തവർ 4 പേരാണ് ഉള്ളത്. തദ്ദേശ തലം വരെ തിരുത്താൽ മതിയോ പാർട്ടിക്ക് എന്നുള്ളതാണ്. അതാണോ അണികളും ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നതാണ് ചോദ്യം. പുറത്തു വരുന്ന ഈ വിമർശന കൊടുങ്കാറ്റ് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പ്രതിഫലനം മാത്രമാണോ എന്നതാണ് ചോദ്യം. വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ, അതോടൊപ്പം തന്നെ ശ്രീ ഷാഹുൽ ഹമീദ്, ഫാത്തിമ തേലിയ ഈ ചർച്ചയ്ക്കൊപ്പം പങ്കെടുത്തതിന്. പൂർണ്ണമാകിയാണ് ഫ്രണ്ട് ഡിബേറ്റ്. നമസ്കാരം. ാണ്